എല്ലാവർക്കും ഡോക്ടേഴ്സ് ആർട്ട് ബാസ്ക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ പലരുടെയും വീട്ടിലുള്ള ഒരു കാര്യമാണ് മൈക്രോവേവ് അവൻ. പക്ഷെ നമ്മൾ ഈ ഒരു ഉപകരണം ആകെ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ചൂടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉപ്പേരിയും കൂട്ടാനും ഒക്കെ നമുക്ക് സുഖമായിട്ട് ഒത്തിരി സമയം സേവ് ചെയ്ത് അതേപോലെ ഒത്തിരി എനർജിയും സേവ് ചെയ്ത് നമുക്ക് മൈക്രോവേവ് അവൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർ. ഇനി അങ്ങനെയല്ല, വീട്ടമ്മമാർക്കും അവരുടേതായ ഒരു ടൈമും സ്പേസും ഒക്കെ വേണ്ടേ. നമ്മൾ സ്റ്റൗ ടോപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ കരിയുമോ എന്നൊക്കെ നോക്കി നമ്മൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ആ ഒരു പ്രശ്നമൊന്നും നമ്മൾ അവൻ ഉപയോഗിക്കുമ്പോൾ വേണ്ട. മൈക്രോവേവ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഹെൽത്തിലേക്ക് ഇത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പൈസ അവിടെ സേവ് ആവാണ്. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഈസി ആയിട്ട് ഇന്നൊരു അടിപൊളി ഊണ് മൈക്രോവേവിൽ തയ്യാറാക്കാം. അതേപോലെ രാത്രിത്തേക്കുള്ള ഒരു കറി. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട, വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള മൈക്രോവേവ് ഏതാണെന്നൊന്ന് പറയാം. ഇത് വേൾപൂളിൻ്റെ മാജിക് കുക്ക് സീരീസിൽ വരുന്ന ഒരു 2022 മോഡലിലെ മൈക്രോവേവ് ആണ്. ഇതിൽ ഓട്ടോ കുക്ക് മെനു ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഓട്ടോ കുക്കിൽ ഉണ്ടാക്കാം. ഇന്ന് പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ മൈക്രോവേവ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ഉപ്പേരിയും കൂട്ടാനും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അരിയലും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ നമ്മൾ മൈക്രോവേവിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ അവൻ ചെയ്തോളും. ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനായിട്ടുള്ള അരപ്പിന് ഞാനൊരു മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലേക്ക് 2 കീറ് പച്ചമുളകും പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജീരകവും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് അരച്ചെടുത്തു. ഇനി നമുക്കിത് നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയിലേക്കും കുഞ്ഞുള്ളിയിലേക്കും ഇട്ട് ആവശ്യത്തിന് കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എണ്ണ വളരെ കുറച്ച് മതി കേട്ടോ. ഇതൊരു 3 മിനിറ്റ് നമുക്ക് മൈക്രോവേവിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ നന്നായി കുക്കായിട്ടുണ്ടാവും. നമ്മുടെ അരപ്പും തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്യാബേജ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേറെ ഇതിൽ ചെയ്യാനായിട്ടൊന്നുമില്ല. ഇതുപോലത്തെ ഒരു പാത്രം ഉപയോഗിച്ച് മാത്രമേ നമ്മളിത് അടയ്ക്കാവൂ. എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഉള്ള ഒരു പാത്രം ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. അവൻ്റെ പണി ചെയ്തോളും. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി ക്യാബേജ് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഈ ക്യാബേജ് ഉപ്പേരി സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കരിഞ്ഞു പോവും. അതെനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത ഫിഷ് പീസസ് ഒരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് പാത്രത്തിൽ വെച്ച് കൊടുത്തു. വളരെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് അതിൻ്റെ മേലെ ഒന്ന് ടോപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാനൊരു 10 മിനിറ്റ് വെച്ചു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മീനിൻ്റെ സൈസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഇവിടെ 10 മിനിറ്റ് എടുത്തപ്പോൾ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ റെഡിയായി. ഇപ്പം ഞാനൊരു മോര് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്, പുളിശ്ശേരി. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് കുറച്ച് എണ്ണ ചേർത്ത് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് അടിച്ച് വെച്ച മോരും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കറിവേപ്പില. നമ്മുടെ നേരത്തെ ചെറിയുള്ളീൻ്റെ ഒക്കെ കൂടെ തന്നെ അങ്ങ് ഇടായിരുന്നു. കുറച്ച് ജീരകവും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡ് കുക്ക് ചെയ്തെടുത്തപ്പോൾ അടിപൊളി നല്ല കുറുകിയിട്ടുള്ള പുളിശ്ശേരി റെഡിയാണ്. നല്ല ടേസ്റ്റാണിത്. മാങ്ങ കൂട്ടാനും ഒക്കെ നമുക്ക് ഇതേപോലെ വെക്കാം കേട്ടോ. മാങ്ങ കഷ്ണങ്ങൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പപ്പടം. പക്ഷേ ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണയാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല. ചിലർ ചുട്ടെടുക്കാറുണ്ട്. അതും ഇതുപോലെ കരി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്. ഇതുപോലെ ഒരു ഫ്ലാറ്റ് മൈക്രോവേവ് സർഫസ് ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് നമ്മൾ പപ്പടം വെച്ച് കൊടുത്തിട്ട് ഒരു 1 മിനിറ്റ് 30 സെക്കൻഡ് കുക്ക് ചെയ്തെടുത്ത നല്ല സോഫ്റ്റ്, നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുള്ള ക്രിസ്പി പപ്പടം റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെർവ്
സെർവ് ചെയ്യാണ്. ചോറ് മാത്രം നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റൗ ടോപ്പിൽ വെച്ചാൽ മതി. ബാക്കി എല്ലാ കറികളും ഇവിടെ മൈക്രോവേവിൽ അടിപൊളിയായിട്ട് റെഡിയായിരുന്നു. ഇനി ഡിന്നറിനുള്ള ഒരു പൊട്ടറ്റോ കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് ഞാൻ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും ആവശ്യത്തിനുള്ള സവാളയൊക്കെ ചേർത്ത് വളരെ കുറച്ച് എണ്ണ ഒന്ന് ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ ഒന്ന് വാടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതൊരു 3 മിനിറ്റ് നമ്മുടെ മൈക്രോവേവിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റ് കഴിയുമ്പോൾ ആ സവാളയൊക്കെ നല്ല വാടി നല്ല ട്രാൻസ്ലൂസൻ കളറായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ല പഴുത്ത പുളിയുള്ളൊരു തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് മൈക്രോവേവിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാം കേട്ടോ. കറി അവിടെ റെഡി ആയിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല കുറുകിയ ഒരു ഗ്രേവിയുള്ള ഒരു അടിപൊളി പൊട്ടറ്റോ കറി തന്നെ അവിടെ റെഡി ആയിരിക്കും. നമ്മുടെ ഹെൽത്തിനും ഒക്കെ ഇത് നല്ലതാണ്. അതേപോലെ ഇത് നല്ല ടേസ്റ്റിയാണ്. പൊട്ടറ്റോ ഒക്കെ നല്ല കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ മൈക്രോവേവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്, നമുക്കിപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത്. അതിൽ സ്റ്റോപ്പ് എന്നുള്ള ബട്ടണിൽ ഞെക്കി തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കുക്ക് വെയർ, സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, മൈക്രോവേവ് സേഫ് അല്ലാത്ത പ്ലാസ്റ്റിക്, മൈക്രോവേവ് സേഫ് അല്ലാത്ത ഗ്ലാസ്, ഇങ്ങനത്തെ പാത്രങ്ങൾ, സ്റ്റീൽ കപ്പ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഇതുപോലത്തെ പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കുക. അതിപ്പോൾ നമ്മൾ അടച്ചു വെച്ചാൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ലിഡിന് എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. എനിക്ക് ഈ പാത്രങ്ങൾ ഈ ഓവൻ വാങ്ങിയപ്പോൾ സ്റ്റാർട്ടർ കിറ്റായിട്ട് കിട്ടിയതാണ്. ഇതിൽ ടെമ്പറേച്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കി ഫോളോ ചെയ്യുക. ഇതുപോലെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൊറോസിൽ പാത്രങ്ങളോ ഇങ്ങനത്തെ സെറാമിക് ബൗൾസോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ലിഡ് ക്ലോസ് ചെയ്ത് ഉപയോഗിക്കരുത്. സൈഡിൽ എപ്പോഴും ഒരു 10 സെൻറ്റിമീറ്ററും ബാക്കിലൊരു 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പും നമ്മൾ കൊടുക്കണം. അതേപോലെ നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് നമ്മൾ മൈക്രോവേവിൽ വെക്കരുത്. പുഴുങ്ങിയ മുട്ട ചൂടാക്കാനും വെക്കരുത്. അപ്പോൾ മുട്ടക്കറിയൊക്കെ ചൂടാക്കണമെങ്കിൽ മുട്ട നമ്മൾ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് ആ ഗ്രേവി ചൂടാക്കിയിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് ഗ്രേവി മേലേക്ക് ഒന്ന് തുളുമ്പി കൊടുത്താൽ മതി. ഇനി മൈക്രോവേവിൻ്റെ മേലെ നമ്മൾ അഥവാ പ്ലാന്റ്സ് വെക്കുന്നെങ്കിൽ ഡബിൾ പോട്ടിൽ മാത്രം വെക്കുക. നമ്മൾ ഓവൻ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതേപോലെ ഒരു മൈക്രോവേവ് സേഫ് പാത്രത്തിൽ വെച്ച് 2 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കുക. വെള്ളം നമ്മൾ എടുക്കുമ്പോൾ വെട്ടി തിളയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോവേവ് പ്രോപ്പറാണ്. ലാസ്റ്റ് നമുക്ക് മൈക്രോവേവ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതേപോലെ മീനൊക്കെ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ യൂസ് കഴിയുമ്പോഴോ ഒക്കെ നമ്മൾ ഓവൻ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഓവനിലൊരു നല്ല സ്മെല്ലും നിൽക്കും. ഒരു കഷ്ണം ചെറുനാരങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചു ഒരു മൈക്രോവേവ് സേഫ് ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ആ കഷ്ണങ്ങളും കൂടി അതിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ മൈക്രോവേവ് മോഡിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ എല്ലാം നല്ലൊരു ആവിയൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടാവും. ഇത് നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. നമ്മൾ മൈക്രോവേവ് ക്ലീൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വേറെ സൊല്യൂഷനും സാനിറ്റൈസേഴ്സും സ്പ്രേസും ഒന്നും ഉപയോഗിക്കരുത്. അപ്പൊ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.